പിന്നീടാണ് ഒരു സത്യം അറിഞ്ഞത് സാറേ. കിട്ടാനുള്ളതിൽ ഭൂരിപക്ഷം പൈസയും കിട്ടത്തില്ലെന്നുള്ള കാര്യം അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ ഫോളോ അപ്പ് ഒക്കെ ചെയ്തപ്പം ചിലരൊക്കെ കൊറോണ മൂലം മരിച്ചുപോയി. 1-2 പേര് വലിയൊരു എമൗണ്ട് തരാനുള്ള ആത്മഹത്യ ചെയ്തു. പിന്നെ ചിലരൊക്കെ സിംഗിൾ ആളുകളാണ്. അവരുടെയൊക്കെ അടുത്ത് ചെല്ലും വളരെ ഡിഫിക്കൽട്ടാണ്. ഇത് കൊറോണയാണ് വളരെ ഒരു വലിയ പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടത്. കൊറോണ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഫുൾ ടൈം വർക്കുകളാണ്. 100% ഫുൾ ടൈം നമുക്ക് ചെയ്യാൻ പറ്റാത്ത വർക്കുകൾ നമുക്കുണ്ട്. നമ്മുടെ കൂടെ വലിയൊരു ടീമുണ്ട്. അപ്പം ഒരു ഫാമിലി പോലാണ് ഞങ്ങളെല്ലാ മെമ്പേഴ്സും ഞങ്ങൾ അങ്ങനെ പോകുന്നത്. കൊറോണ വന്നപ്പോഴത്തേനും എല്ലാം അടച്ചു. അപ്പോഴത്തേനും നമ്മുടെ ഫാക്ടറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മുമ്പ് നമുക്കവിടെ പോകുമ്പോൾ നടന്നു പോകാൻ സ്ഥലം പോലും കിട്ടാത്ത ലെവലിൽ ഇരുന്ന ഒരു പ്രസ് അവിടെ പോയിട്ട് ഒരു ശ്മശാനത്തിൽ പോകുന്ന ഫീലാണ് നമുക്ക്. അപ്പം വീണ്ടും ബിസിനസ്സുകൾ ഇപ്പോൾ പ്രിൻറ്റിങ്ങിൻ്റെ രീതികളൊക്കെ മാറി. അപ്പോൾ അപ്പോഴത്തേനും ഷോർട്ട് റണ്ണായി, ഈ ക്വാണ്ടിറ്റികൾ കുറഞ്ഞു, ട്രെൻഡുകൾ മാറി. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പം ആ സമയത്തുള്ള ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾ എപ്പോഴും നോക്കും, ബാലൻസ് ഷീറ്റ് നോക്കും, നമ്മൾ സേഫറാണ്, കുറേ പൈസ കൊടുക്കാനുണ്ട്, അതിൻ്റെ ഇരട്ടിയോളം നമുക്ക് കിട്ടാനുണ്ട്. പിന്നീടാണ് ഒരു സത്യം അറിഞ്ഞത് സാറേ. കിട്ടാനുള്ളതിൽ ഭൂരിപക്ഷം പൈസയും കിട്ടത്തില്ലെന്നുള്ള കാര്യം അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കൊടുക്കാനുള്ളത് കൊടുക്കാൻ വേണം, കൃത്യമായിട്ട് കൊടുക്കണം. നമ്മൾ ഒരു ദിവസം പോലും തെറ്റാതെ കൊടുക്കുകയും വേണം. കൊടുത്താൽ മാത്രമേ മുമ്പോട്ട് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫോളോ അപ്പ് ഒക്കെ ചെയ്തപ്പം ചിലരൊക്കെ കൊറോണ മൂലം മരിച്ചുപോയി. 1-2 പേര് വലിയൊരു എമൗണ്ട് തരാനുള്ള ആത്മഹത്യ ചെയ്തു. പിന്നെ ചിലരൊക്കെ സിംഗിൾ ആളുകളാണ്. അവരുടെയൊക്കെ അടുത്ത് ചെല്ലും വളരെ ഡിഫിക്കൽട്ടാണ്.